ട്രാക്കിൽ കൂടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലീഗലായിട്ടുള്ള സംഭവം ചെയ്യുക അങ്ങനെ പറഞ്ഞുകൂടാ. എന്നാലും നമ്മുടെ അണ്ണൻ നമ്മളെ കൊണ്ടുവന്നേക്ക് നമ്മളാണ് നേരെയുള്ള വഴി പോവാണ്. അണ്ണൻ നമ്മൾ രണ്ടു വട്ടം വിളിച്ചു, കേരള ബോയ്സ് എന്ന് പറഞ്ഞ് വിളിച്ചു വരും നമ്മളെ ഈ അപ്പൊ നമ്മളിതിനകത്ത് നമ്മൾ നോക്കുന്നത് റെയിൽവേ പാളത്തിനടുത്ത് വലിയ സംഭവമൊന്നും ഇല്ല. കാരണം ഞാൻ തിരുവല്ല സ്റ്റേഷൻ ട്രെയിൻ കയറാൻ പോകുമ്പോൾ ഇങ്ങനെയൊക്കെയാ പോവാ. ഇപ്പൊ അവിടെ പോസ്റ്റർ വെക്കും കേട്ടോ, തിരുവല്ലയിൽ പോസ്റ്റർ ചെയ്യാൻ പാടില്ല. ട്രെയിൻ വരുമ്പോ ഫോട്ടോ എടുക്കുന്നു. അത് വലിയ സംഭവം. ഗൈസ്, വിയറ്റ്നാമിലുള്ള ഹനോയിലുള്ള എക്സ്പീരിയൻസ് എനിക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നുണ്ട്. തൊട്ട് സൈഡിൽ കൂടെ ട്രെയിൻ പോവാ. വലിയ സംഭവമൊന്നുമില്ല, എന്നാലും ട്രെയിൻ വന്നേ. നമ്മള് കൊറേ നടന്നു കേട്ടോ. അണ്ണൻ പറഞ്ഞു വെച്ചാൽ നമ്മള് മറ്റേ അവിടെ കൂടെ നടന്നിരുന്ന വഴി കാണുന്ന വെള്ളത്തിലെല്ലാം ഇറങ്ങി ഫോട്ടോ എടുത്ത് വന്ന 2.5 മണിക്കൂർ നമ്മൾ ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ ഈ പാളത്തിൽ കൊണ്ട് നടക്കുന്നതുകൊണ്ട് വെറും 20 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇവിടെ എത്തുമെന്ന് പറയുന്നത്. ഇനി ഒരു 800 മീറ്ററോടെ കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഔട്ട് ആയി നമ്മുടെ ട്രക്ക് കംപ്ലീറ്റ് ആവും. അപ്പൊ ഇപ്പതേ ഒരു ട്രെയിൻ വരുന്നുണ്ട്. ട്രെയിൻ വരുന്ന നേരം നമ്മൾ മാറിയിരിക്കുക. അപ്പൊ ട്രെയിൻ വരുന്ന ഒരു വീഡിയോ ഇപ്പൊ കാണിച്ചു തരാം. നമ്മള് വിയറ്റ്നാമിൽ ഹനോയിൽ സെലിബ്രിറ്റീസ് എല്ലാവരും പോയി. ടോബിനോയും അങ്ങനെ കുറെ സെലിബ്രിറ്റീസ് ഒക്കെ ഇങ്ങനെ പാളത്തിന് തൊട്ടടുത്ത് ഇങ്ങനെ ഇരുന്ന് അതിന്റെ അടുത്തൂടെ ട്രെയിൻ ഇങ്ങനെ പോകുന്ന ആസ്വദിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോ ഇവിടെ കാണാൻ പോവുകയാണ്. ട്രെയിൻ വരുമോ ഇപ്പൊ? ഇപ്പൊ വരും അല്ലേ? ചാവാൻ വേണ്ടി ഒരുത്തം പോകുന്നു. ഒരു ചൈനീസ് ലുക്ക് ഉണ്ടല്ലേ? ട്രെയിൻ വരുന്നു. ട്രെയിൻ കൊണ്ട് നിർത്തി കേട്ടോ. ട്രെയിൻ സ്റ്റോപ്പ് ചെയ്തു. അപ്പം ഇതിനകത്ത് കയറിയാലോ? അണ്ണൻ പറഞ്ഞു ഇത് ട്രെയിൻ കയറി കഴിഞ്ഞാൽ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ആ പോലീസുകാർ പിടിച്ച് നമ്മളെ അടിക്കും. കയറി ചെന്നേ ഇതേ സൈഡ് കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പം എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ ഈ സൈഡിലായതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നമുക്ക് അപ്പർ സൈഡായിരുന്നു നമുക്ക് പോകാൻ. ഈ സൈഡിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ നേരെ കാട്ടിലോട്ട് തന്നെ പോകും. നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ കൂടെ പോയാലെന്നൊരു പ്ലാൻ. ആരോഗ്യത്തിന് ഹാനികരമായതുകൊണ്ട് റിസ്ക് ആയതുകൊണ്ടും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ ഗൈഡെണ്ണം പറയുന്ന പോലെ കേൾക്കുകയാണ്. ശരിക്കും സബ്സിഡി സർവീസ് കളിക്കേണ്ടി വരും. എന്താ റെയിൽവേ പോലീസ് ഓടണം. ട്രെയിൻ എടുക്കുക. അപ്പുറത്തെ ഗ്യാപ്പിൽ കൂടെ ആരാണ്ടൊക്കെ പോകുന്നു. ട്രെയിൻ ഒന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടി അണ്ണൻ പറഞ്ഞു ഗ്രീൻ ഫ്ലാഗ് കാണിക്കാൻ. അപ്പൊ ഞാൻ കാണിച്ചു കൊടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഫ്ലാഗ്. അപ്പോഴത്തേക്ക് ട്രെയിൻ നീങ്ങുന്നു. ചിരിച്ച് കാണിച്ചപ്പോൾ തന്നെ ട്രെയിൻ മൂവ് ചെയ്യാൻ തുടങ്ങി. രക്ഷപ്പെട്ടു. ഇനി ട്രെയിൻ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തോട്ട് കിടക്കാൻ, നമുക്ക് വീട്ടിൽ പോവാം. ഒരു പ്രശ്നമുണ്ടായി, ഭയങ്കര പ്രശ്നമുണ്ടായി. നമ്മൾ തമാശക്ക് സബ്വേ സർവീസ് എടുത്ത് ശരിക്കും റെയിൽവേ പോലീസ് വന്ന് ഞങ്ങൾ ലിറ്ററലി ഓടിയത് കാട്ടിൽ കയറി. കാണിച്ചു തരാം. ഏതോ കാട്ടിലെത്തി. അണ്ണൻ പറഞ്ഞ എല്ലാരും തിരിച്ചോടുന്നു പറഞ്ഞു. ഒന്നാമത് എനിക്ക് മുട്ടുവേദനയായിട്ട് ഓടാൻ വയ്യ. സൂപ്പർ എക്സ്പീരിയൻസ്. എങ്ങനെയോ ഓടി, എല്ലാവരും മിണ്ടാണ്ട് പോകാൻ പറയുന്നു. ഒന്നാമത് എനിക്ക് മുട്ടിന് ഭയങ്കര പെയിൻ, ഓടാനേ വയ്യ. അന്നേരമാണ് കാരണം നമ്മളെ ഓടിച്ച് തിരിച്ച് കാട്ടി കയറ്റി. ഇനിയും കാട്ടിക്കൂടെ പോകണം. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് കേട്ടോ. റോ എക്സ്പീരിയൻസ് തന്നെ കുറച്ചു നേരം ഉള്ളായിരുന്നു, എന്നാലും ഭയങ്കര രസം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മള് തമാശക്ക് കുറച്ച് നേരത്തെ സബ്വേ സർഫസ് കളിച്ചായിരുന്നു ട്രാക്കിൽ കൂടെ ഓടുന്ന പോലെ. പക്ഷെ ഇപ്പൊ ശരിക്കും പോലീസ് വന്നിട്ട് ഗൈഡെണ്ണം പറഞ്ഞ് തിരിച്ചോടിക്കുമോ. ഓടി വീണ്ടും കാട്ടിലെത്തി. നടന്ന് വീണ്ടും കാട്ടിലെത്തി കേട്ടോ. നമ്മൾ നേരത്തെ ലാഭിച്ച 2.5 മണിക്കൂറുണ്ടല്ലോ, അത് നമ്മൾ വീണ്ടും കളയാൻ പോവാണ്. 20 മിനിറ്റ് എത്തുമെന്ന് പറഞ്ഞു. ഇനിയിപ്പം 2.5 മണിക്കൂർ കഴിഞ്ഞ് എത്തത്തോളം തോന്നും. തീരെ നടക്കാൻ വയ്യാത്ത കുറച്ച് ടീംസ് ഉണ്ടായിരുന്നു നമ്മളിവിടെ. അവരാണെങ്കിൽ പെട്ടെന്ന് എത്തും, 1 കിലോമീറ്ററോളെന്നൊക്കെ പറഞ്ഞ് നടക്കാൻ തുടങ്ങിയതാ. ഇനിയിപ്പോ അതൊക്കെ തിരിച്ച് ഓടി നടക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞവരൊക്കെ ഇറങ്ങി ഓട്ടുമായിരുന്നു. അമ്മാതിരി സീനായിരുന്നു. അണ്ണനെ കാണുന്നില്ല കേട്ടോ. നമ്മളെ കൂടെ വന്ന സുല്ലണനെ കാണാനില്ല. അണ്ണൻ നമ്മളെ രക്ഷപ്പെടുത്തിയിട്ട് അണ്ണൻ പോലീസിന് കീഴടങ്ങാൻ തോന്നുന്നു. നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ റെയിൽവേ പോലീസായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അണ്ണൻ എങ്ങോട്ടോ പോയി. അണ്ണനെ കാണാനില്ല. അണ്ണൻ തിരിച്ചു വരുമെന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ. കാരണം
അണ്ണൻ കീഴടങ്ങിയാലും അണ്ണന് കുഴപ്പമില്ല. കാരണം അണ്ണൻ ഇവിടെ തന്നെ എന്തായാലും ഗോവയിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള കോളത്ത്. നമുക്ക് നാളെ കൊച്ചി പോയി ജോലിക്ക് കയറാനുള്ള. ആഹാ, നല്ല തണുത്ത വെള്ളം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മൾ കയറിയ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അണ്ണൻ നമ്മുടെ പേരൊക്കെ കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോകാം. ഇവിടെ ചെറിയൊരു നമ്മൾ കയറി വന്ന ആദ്യം കണ്ട ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൽ കൂടെ തിരിച്ചു പോകണം. കാല് ഫുള്ള് നനയും. വെള്ളം നമുക്കൊരു പുത്തിരിയല്ലല്ലോ. വഴി എത്തിരിക്കുക കേട്ടോ. വിഷ്ണു പറഞ്ഞു ഇത് ഉറപ്പാ, ഇത് തന്നെ ഈ വഴി തന്നെ വന്നേ. നമ്മൾ മഴ പെയ്തപ്പം വെള്ളം കൂടിയതൊക്കെ. അപ്പോഴാണ് നമ്മുടെ അണ്ണൻ പുറകെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഏത് വഴിയാ പോകുന്നത്, ഇത് തെറ്റായ വഴിയാ. അണ്ണാ വിഷ്ണുവിന്റെ ഒരു ഉറപ്പാണ്, ഉറപ്പ് അല്ലേ? നമ്മുടെ രണ്ടാമത്തെ ഗൈഡ് കേട്ടോ നമ്മുടെ സുനിലാണ്. ഫസ്റ്റ് കണ്ടത് രാജുഭായി ആയിരുന്നു. അപ്പൊ രാജുഭായി ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ സുനിലാണല്ലോ. സുനിലാണ് 60 പേരുടെ ഇനിയുണ്ട്. ഇനി 60 പേര് അവിടെ നിൽപ്പുണ്ട്. അപ്പൊ 60 പേരെ ബാച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ നമ്മളെ പറഞ്ഞു വിട്ടിട്ട് അണ്ണൻ അവരുടെ അടുത്തോട്ട് പോവാം. അപ്പൊ അതാണ് പ്ലാൻ. ഒരു ദിവസം തന്നെ 60, 10, 70 പേര്. ഇന്ന് ബെഡാ ബിസിനസ്. അണ്ണൻ ഇവിടുത്തെ ഡോൺ ഓഫ് ദൂത് സാഗർ. പക്ഷെ അണ്ണൻ പറയാം അണ്ണൻ ഡോണായിരുന്നു, അണ്ണൻ പോലീസിനെ കണ്ട ഓടത്തില്ലെന്നാ പറഞ്ഞു. രാജുഭായുടെ ഞാൻ വിചാരിച്ചു രാജുഭായി ആയിരിക്കും ഇവിടുത്തെ ഡോൺ. അപ്പൊ അണ്ണൻ പറയുക രാജുഭായി ഇവിടുത്തെ ഏറ്റവും വലിയ പേടുത്തുണ്ട്. ബൈ ബൈ. അയ്യോ, ബേസിൽ ജോസഫ് ഫ്രം കർണാടക.